ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സീറോ മലബാർ സഭയിൽ 50 നോയമ്പിന് മുമ്പ് മരിച്ചവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം ഇന്നലെയായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പിച്ചും ഒപ്പീസി ചൊല്ലിയും ഒക്കെ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാറും പറയാറുമുണ്ട്, ആത്മഹത്യ ചെയ്തു പോയവരൊക്കെ നരകത്തിലാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ ഒരു സ്വരം കേൾക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ കുടുംബത്തോട് പറയണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അടയാള സഹിതം ഈ കുടുംബത്തോട് ചോദിച്ചു, ഇന്ന വ്യക്തി ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. തൂങ്ങി മരിച്ചതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനെല്ലാം നാണക്കേടുണ്ടാക്കി. ആ വ്യക്തി നരകത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ വ്യക്തിയെ ഓർക്കാറുമില്ല, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത്, ആ വ്യക്തി ശുദ്ധീകരണാവസ്ഥയിലാണ്, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അവർ അന്നു മുതൽ വിശുദ്ധ ബലിയർപ്പിച്ചും ഒപ്പീസിയിലും ജപമാലയൊക്കെ ചൊല്ലി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നരകത്തിൽ പോയ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞത്. ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ വെള്ളത്തിൽ ചാടിയോ അല്ലെങ്കിൽ തൂങ്ങി മരിക്കുമ്പോഴോ വിഷം കഴിച്ച് മരിക്കുമ്പോഴോ, ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് സമയമുണ്ട്. ആ ഒരു കുറച്ച് സമയമാണ് ആ വ്യക്തി ഏതവസ്ഥയിലാണ്, ഈ നരകത്തിലേക്കാണോ അല്ലെ ശുദ്ധീകരണ അവസ്ഥയിലേക്കാണോ കടന്നു പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തൂങ്ങി മരിക്കുന്ന ആ വ്യക്തി ആ മരിക്കുന്നതിന് കുറച്ച് സമയം ഈശോയോട് പറയും, ഈശോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഉറപ്പായിട്ടും ആ വ്യക്തിയോട് കരുണ കാണിക്കും. കാരണം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലും അല്ലെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയത്തില്ല അവർ നരകത്തിലാണോ അല്ലെ ശുദ്ധീകരണാവസ്ഥയിലാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഈ ശുദ്ധീകരണാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അവരെന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ബലിയർപ്പിക്കുമ്പോഴും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി, അല്ലെ വാഹനാപകടത്തിൽ ആരോരുമില്ലാതെ പ്രാർത്ഥിക്കാനില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി ശുദ്ധീകരണാത്മാക്കളുമായിട്ടുള്ള സംസാരവും ഇങ്ങനെയൊക്കെ കേൾക്കുവാനും ഇവരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകുവാനൊക്കെ കർത്താവ് അതിനുള്ളൊരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ മറക്കാതിരിക്കാം. പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും യുവപ്രാസിയമ്മയുടെയൊക്കെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഈ ശുദ്ധീകരണ ആത്മാക്കളുമായിട്ടുള്ള യുവപ്രാസിയമ്മയുടെയൊക്കെ ബന്ധങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തു പോയവർ, നമ്മൾ അവരെയൊക്കെ മറക്കാതെ അവർക്ക് വേണ്ടിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.